അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഐബൂസ് മമ്മ ചാനൽ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്ത് ഓവുലേഷനൊക്കെ നടന്ന് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മിറാക്കിൾ ഡ്രിങ്കിനെ പറ്റിയിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കുടിക്കേണ്ട രീതിയൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു തരാമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഡ്രിങ്ക് ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ആളാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെയും കൂടി ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഷോർട്സിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി പറയാൻ പറ്റില്ലല്ലോ, അത് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഷോർട്സിൽ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവരും ആ ഒരു ഷോർട്സ്, ഡ്രിങ്കിൻ്റെ ഒരു ഷോർട്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വാട്ടോ. അപ്പോൾ നമ്മളുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കേണ്ടത് 2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഗ്രാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്യണേ. ക്ലോവ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ഒരു ടീസ്പൂൺ ഫുള്ള് ഇത് യൂസ് ചെയ്യുക കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂൺ. ഈ ഒരു ടീസ്പൂൺ ഫുള്ള് ഗ്രാമ്പു അതിലേക്ക് ഇടുക. ഇല്ലെങ്കിൽ ഒരു 10 എണ്ണം ഗ്രാമ്പു, ഒരു 10 എണ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കുക കേട്ടോ. അങ്ങനെ തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് വെള്ളം ആവുന്നത് വരെയും നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. തലേന്ന് രാത്രിയാണ് വെള്ളം ഉണ്ടാക്കി വെക്കണ്ടേ. ഇത് തിളച്ച് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് വെള്ളം ആവണ വരെ തിളച്ച് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അടച്ച് വെച്ച് മൂടി ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് അത് അടച്ച് വെക്കുക. എന്നിട്ട് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വെറും വയറ്റിൽ ആണ് ഈ വെള്ളം കുടിക്കേണ്ടത്. അതും അരിച്ചെടുത്തിട്ട് കുടിക്കുക കേട്ടോ. അരിച്ചെടുത്തിട്ട് ആ വെള്ളം മാത്രം കുടിക്കുക, വെറും വയറ്റിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വെള്ളം ഉണ്ടാക്കാൻ. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾ ആ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു എന്ന് വിചാരിക്കണു. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടത്, എന്ന് തൊട്ടാണ് കുടിക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇത് കുടിക്കാൻ ഇടയുണ്ടായ കാര്യവും എനിക്കൊരു ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു കാര്യം, ഈ ഒരു വീഡിയോയിൽ വരാനുള്ള ഒരു ഫസ്റ്റ് കാര്യം. സെക്കൻഡ് തിങ്, ഈ ഒരു വെള്ളം ഞാൻ കുടിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും കൂടി പറഞ്ഞു കൊടുത്തായിരുന്നു. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ കുറച്ച് പേര് ഇങ്ങനെ ഇഷ്യൂ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഞാൻ ഈ ഒരു വെള്ളം ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ. എന്താ പറയുക, അത് അവർ കുടിച്ചിട്ടും അവർക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 5-6 ഫ്രണ്ട്സിന് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു 5-6 പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലൊരു 5 പേർക്കെങ്കിലും എന്തായാലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇടയിൽ ഇങ്ങനെ പ്രശ്നമുള്ളവർക്കൊക്കെ അവരും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവർക്കും ഇതുപോലെ റിസൾട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തുകൊണ്ടും ഈ ഒരു ഡ്രിങ്ക് നല്ലതാണല്ലോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് അറിയാവുന്നവരുണ്ട്, അറിയില്ലാത്തവരുള്ളത് കാരണം കൊണ്ടാണല്ലോ എൻ്റെ അടുത്ത് ഇത്രയും പേര് എന്നെ ചോദിച്ചു വന്നത്. അപ്പോൾ അറിയില്ലാത്തവർക്ക് എന്തുകൊണ്ടും ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, അവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു 2 റീസണാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഞാൻ ഈ ഒരു ഡ്രിങ്കിലോട്ട് എത്താനുള്ള കാരണം പറയുന്നതിന് മുന്നേ, എനിക്ക് PCOD പ്രോബ്ലം ഉള്ള ആളാണ്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ PCOD. എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉണ്ട് PCOD. അപ്പോൾ PCODയുടെ പ്രശ്നം ഉള്ളവർക്കറിയാം നമുക്ക് പീരീഡ്സിൻ്റെ പ്രശ്നം ഉണ്ടാകും. എനിക്കത് കല്യാണത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തന്നെ മനസ്സിലായി തുടങ്ങിയത്. നമ്മൾ PCODയുടെ അറിയാമല്ലോ, നമുക്ക് പീരീഡ്സ് ആവില്ല. അപ്പോൾ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ച് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആണ് നമുക്ക് PCOD ഉണ്ടെന്ന് അറിയണത്. അങ്ങനെ 1 മന്ത് ഡിലേ, 2 മന്ത് ഡിലേ അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. പിന്നീട് പോകെ ടാബ്ലറ്റ് എടുത്താലേ പീരീഡ്സ് ആകുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ വരെ എനിക്ക് വന്നെത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം, ഞാൻ അങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തിയ ആളാണ്. PCOD നമുക്ക്
അത്രയും കൂടി വന്നു കഴിഞ്ഞാൽ, അത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ടാബ്ലറ്റ് എടുത്താലേ പീരിയഡ്സ് ആകുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് എത്തുന്നത്. എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 വർഷം വരെ എനിക്ക് ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. മരുന്നെടുത്താലേ എനിക്ക് പീരിയഡ്സ് ആവുള്ളായിരുന്നു. എന്തതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സംഭവം ചെയ്താലും, ഇപ്പോൾ ഡേറ്റ്സ് ഒരുപാട് കഴിച്ചെന്നല്ലാണ്, അതുപോലെ ഓരോരോ നമ്മൾ ഹോം മെയ്ഡ് ചെറിയ ചെറിയ ഡ്രിങ്കുകളില്ലേ, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ചിട്ടും എനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ പറയുക, എനിക്ക് 10 വർഷം എത്തിയിട്ടാണ് കേട്ടോ ഒരു കുട്ടി ഉണ്ടായതും. 10 വർഷത്തിൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ എത്രത്തോളം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. എടുത്തെടുത്ത് മതിയായി ഞങ്ങൾ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചായിരുന്നു കേട്ടോ. ഇനി ഒന്നും വേണ്ട, ഇനി ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, ഇനി ആരും ഒട്ടും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ് വരാൻ വേണ്ട ഞങ്ങളുടെ അടുത്തെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തിയായിരുന്നു. ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നവർക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അത്രത്തോളം നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ഒരു കാര്യങ്ങളാണ് ആ ഒരു ടൈം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, അതെങ്ങനെയാണ് കുടിക്കേണ്ടത് എന്നുള്ളതും, അത് കുടിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് റിസൾട്ടും എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയ പോസിറ്റീവ് റിസൾട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു 10 വർഷത്തെ എനിക്കുണ്ടായ കാര്യങ്ങളും എല്ലാവരും എനിക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. ഈ ഒരു 10 വർഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 10 വർഷത്തിൽ ഞാൻ എടുക്കാത്ത ട്രീറ്റ്മെൻറ്റ് ഇല്ല. അലോപ്പതി, ഹോമിയോ, ആയുർവേദം, യുനാനി ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ പ്രഗ്നൻ്റ് ആവുള്ളൂ, അതിന് ചാൻസേ ഉള്ളൂ ഇയാൾക്ക് എന്നുള്ള പറഞ്ഞും വരെ ഉള്ള ഡോക്ടർമാരുണ്ട്. എനിക്ക് IVF എടുത്താലേ കുട്ടികളാവുള്ളൂ എന്ന് പറഞ്ഞേക്കുന്ന ഡോക്ടർമാരുണ്ട്. എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മൾ മൈൻഡിൽ ഉറപ്പിച്ച് വെച്ച് ഇത് 2 ട്രീറ്റ്മെൻറ്റും എടുക്കാണ്ട് എങ്ങനെയും ഒരു കുഞ്ഞാവോ എന്ന് നോക്കട്ടെ എന്ന രീതിയിലായിരുന്നു നിന്നേച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ലാപ്രോസ്കോപ്പി സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ബെറ്റർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ലാപ്രോസ്കോപ്പി സർജറി ചെയ്തിട്ട് പോലും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല കേട്ടോ. അപ്പോഴും എനിക്ക് ടാബ്ലറ്റ് എടുത്താലേ ആകുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രഗ്നൻ്റ് ആയി, പക്ഷേ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം കുറേ അബോർഷൻ കേസുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും ചുരുക്കിയാണ് ഞാൻ പറയാം, വളരെ ചുരുക്കിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ പറയണത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഡ്രിങ്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ 10 വർഷത്തെ എൻ്റെ കഥകൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കുറേ എപ്പിസോഡുകൾ ഇത് പോകേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇനി ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട, മടുത്ത് ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ രണ്ടാളും കൊണ്ട് എടുത്ത തീരുമാനമുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും എടുത്തതാണ് ഇനി വേണ്ട. കാരണം ബോഡി വീക്കായി തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അബോർഷൻ അത്യാവശ്യം നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് കൂടുതലും നടന്നേക്കണേ. PCOD പ്രശ്നം ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് ഓവുലേഷൻ നടക്കില്ലായിരുന്നു. അതിനുള്ള അണ്ടം വികസിക്കണമല്ലോ, അതും എനിക്കൊന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഇഞ്ചക്ഷനിൽ കൂടെ നടത്തിക്കൊണ്ടിരുന്ന വെച്ച് ഈ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റും അത് കഴിഞ്ഞിട്ട് ഈ അബോർഷനും ഒക്കെ കൂടി നമുക്ക് ആകുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു. ലാസ്റ്റ് ഒക്കെ കൂടി ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, എന്തിനാ വെറുതെ ഈ ഹെൽത്ത് ബുദ്ധിമുട്ടാക്കിയിട്ട്. ഇനി ഒരിക്കലും നമുക്ക് ഒരു കുഞ്ഞ് ആവുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാനുള്ള ആരോഗ്യം നമുക്ക് വേണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി എപ്പോഴാണ് പടച്ചോൻ തരണേ ആ ടൈമിൽ നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ലാസ്റ്റ് അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ടോ. അങ്ങനെ കുറച്ച് നാളങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ പോകും. പക്ഷെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ എപ്പോഴും വിഷമം ഉണ്ടാകും. കാരണം അറിയാലോ, ഈ ഒരു സ്റ്റേജിൽ കൂടെ പോകുന്നവർക്ക് എന്തായാലും അറിയാലോ, നമുക്ക് അപ്പോഴും മൈൻഡിൽ ഭയങ്കര വിഷമമാണ്. ട്രീറ്റ്മെൻറ്റ് നിർത്തി ഇനി എന്ത് എന്നുള്ള ഒരു ഇതാണ്, ഇനി എന്താ ചെയ്യണേ.
പീരീഡ്സിൻ്റെ പ്രശ്നം അപ്പോഴും എനിക്കുണ്ട്. ഇതും ആവുന്നില്ല. അപ്പോൾ അതും കൂടി നമുക്ക് ആകാണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബായി പോകും. ഒത്തിരി എന്താ പറയുക, ടെൻഷനും സ്ട്രഗിളൊക്കെ ചെയ്തിട്ടൊക്കെ പോയേക്കുന്ന ടൈമും ഉണ്ട്. നമ്മൾ തന്നെ സ്വന്തം അതിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തും. ആ ഒരു മൈൻഡ് അതിലോട്ട് പോവാണ്ട് എന്തിലൊക്കെ എൻഗേജ് ചെയ്തിരുന്നും കൊണ്ട് നമ്മുടെ മൈൻഡ് ഹാപ്പിയാക്കി വെക്കാനുള്ളതൊക്കെ പിന്നെ ഞാൻ തന്നെ സ്വന്തം ഓരോന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്താലാണ് എൻ്റെ മൈൻഡ് ഇങ്ങനെ എൻഗേജ് ആയിരിക്കണത് വേറെ കാര്യങ്ങളിലോട്ടൊക്കെ എന്നൊക്കെ ഉള്ളത് അത് നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഓരോരോ സമയങ്ങൾ ഇങ്ങനെ കളഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഓരോ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് ഈ ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ചുമ്മാ ഇങ്ങനെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ഡ്രിങ്ക് ഞാൻ കണ്ടപ്പോൾ എന്തോ നമ്മളിങ്ങനെ കണ്ണുടക്കാന്ന് പറയില്ലേ, അതുപോലെ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് ഫുൾ ആ വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് അപ്പം തന്നെ ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ട് കൊള്ളാലോ, അത് നോക്കി നോക്കാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സേവ് ചെയ്ത് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ഡ്രിങ്കും ഹെൽത്ത് ടിപ്സും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് ഫുഡ് ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെ പറയാറില്ലേ. ഈ PCOD ഉള്ളത് കാരണം എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ നോക്കും വീഡിയോസും കാര്യങ്ങളും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഞാൻ ഇങ്ങനെ കാണുമെങ്കിലും ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കാറില്ല. കാരണം എനിക്ക് പേടിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് അത് പറ്റുമോ. ഒന്നാമത് ഇത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പറ്റാണ്ടായിട്ട് നിൽക്കണതാണ്. അതിൻ്റെ കൂടുതൽ നമ്മൾ ഇങ്ങനെയും കൂടി ഒരു വെള്ളം ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുടിച്ച് നമ്മളുടെ ബോഡി അത് പറ്റുമോ ഇല്ല എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് പല വെള്ളം ഇതുപോലെ കാണുന്നതൊന്നും ഞാൻ കുടിക്കാറൊന്നുമില്ല കേട്ടോ. അല്ലാതെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കൽ, ഡയറ്റ്, എക്സസൈസ്, സൂംബ എനിക്ക് സൂംബ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഡാൻസൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് സൂംബ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഒരു 1 hour സൂംബ കളിച്ച് അങ്ങനെയൊക്കെ ഞാൻ വെയിറ്റൊക്കെ കുറച്ചുകൊണ്ടിരുന്നത് ചേട്ടാ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക, ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത്. സൂംബ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സൂംബ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ മടിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മടിയായിട്ട് നമ്മൾ നിർത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് അത് തുടർന്നുകൊണ്ട് പോകും. അങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചതാണ്. അങ്ങനെ നമുക്ക് പോയിന്റിലേക്ക് വരാം, വിഷയമൊക്കെ തെന്നി പോണ്. അങ്ങനെ ഈ സേവ് ചെയ്ത് വെച്ചു ഞാൻ. പക്ഷേ ഇതിങ്ങനെ കുടിക്കാത്ത ഒരാളായത് കാരണം കൊണ്ട് ഞാൻ കുടിച്ചില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ പീരീഡ്സ് ആവുന്നില്ല ഒക്കെ കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമുക്ക് ബോഡിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടു. ഇതിനുള്ള മരുന്ന് എന്തായാലും എടുക്കണമല്ലോ, എടുക്കാതിരിക്കാനും പറ്റൂലല്ലോ. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ട് മരുന്ന് കഴിച്ച് കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കാര്യം അപ്പം എനിക്ക് ഓർമ്മ വന്നത്. അത് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓർമ്മ വന്നു, ഈ ഒരു വെള്ളത്തിൻ്റെ കാര്യം. ഇതൊരു ആഫ്രിക്കക്കാരിയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ. ഏത് ചാനലിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കണില്ല, കുറേ ആയല്ലോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കാര്യം എനിക്ക് അപ്പോൾ ഓർമ്മ വന്ന് ഞാൻ വിചാരിച്ച് അന്ന് ഈ വെള്ളം ഒന്നിത്താണൊന്ന് കുടിച്ചു നോക്കാം. എന്തായാലും ഇത്രയും ആയില്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ഒഴിവാക്കിയിട്ട് നിൽക്കണേ. എന്തായാലും ഇത്രയും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് നമ്മളാകെ മടുത്ത് നിർത്തി വെച്ചേക്കാണ്. എന്നാൽ ഇതും കൂടി ഒന്ന് കുടിച്ച് നോക്കിയേക്കാം, ഒരു തവണ നമുക്ക് വേണമെങ്കിൽ നോക്കി നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ വെള്ളം അതിൻ്റെ ഇടയ്ക്ക് കുടിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചറിയുമല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് ഫോളിക്കുലർ സ്റ്റഡി നടത്താനായിട്ട് സ്കാനിങ്ങിന് വരാനൊക്കെ പറയും. അപ്പോൾ എന്നാൽ സ്കാനിങ്ങിന് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഓവുലേഷൻ്റെ കാര്യം നമുക്കറിയാൻ പറ്റും. ഈ വെള്ളം അതിൻ്റെ കൂടുതൽ കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഈ വെള്ളം കുടിച്ച് സ്കാനിങ്ങിന് പോയിരുന്നു കേട്ടോ. സ്കാനിങ്ങിന് പോയി നമ്മൾ എന്താ പറയുക, 10th ഡേയിലെ സ്കാനിങ്ങിന് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്ത് കണ്ടട്ടോ.
അത് കണ്ടപ്പോൾ തന്നെ കുറച്ച് സന്തോഷമായി. വലിയ സന്തോഷമൊന്നും വെച്ചില്ല കേട്ടോ, കുറച്ച് സന്തോഷം. കാരണം ഓവർ സന്തോഷവും പ്രഡിക്ഷനും കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ വെക്കാണ്ടാവും. അപ്പോൾ കുറച്ച് സന്തോഷമായി. എന്തായാലും മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഗ്രോത്ത് വന്നല്ലോ എന്നുള്ള ഒരിത്. പിന്നെ ഒന്നരാടമുള്ള സ്കാനിങ്. അങ്ങനെ ഒന്നരാട സ്കാനിങ്ങിനെ കഴിഞ്ഞ് 12th ഡേയിലെ സ്കാനിങ് ആണോ എന്ന് തോന്നുന്നു. 12th ഡേ ആണെന്ന് തോന്നുന്നു. സ്കാനിങ്ങിൽ തന്നെ ഈ എഗ്ഗ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് എന്താ പറയുക വികസിച്ച് അത്യാവശ്യം ഒരു ഗ്രോത്ത് ആയിട്ടുണ്ടായിരുന്നു. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും, ഞാനും ഹസ്ബൻഡും ഈ ഡ്രിങ്ക് നല്ലതാണല്ല, കുഴപ്പമൊന്നുമില്ലല്ലേ ഈ ഡ്രിങ്ക്, നല്ല ഡ്രിങ്ക് ആണെന്ന് തോന്നണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിന്ന്. എങ്കിലും നമുക്ക് നോക്കാം, എവിടം വരെ പോകും, നമുക്കിത് ഓവുലേഷൻ നടക്കുമോ എന്നൊക്കെ അറിയണ്ട. കാരണം എനിക്ക് ഓവുലേഷനും മെക്കാം ഇഞ്ചക്ഷനെ കൂട്ടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് 14th ഡേ വന്നിട്ടോ. 14th ഡേയിൽ സ്കാനിങ്, 15th ഡേ ആണെന്ന് തോന്നുന്നു. 15th ഡേയിലെ സ്കാനിങ്ങിൽ ഭയങ്കര പേടിച്ചാണ്ട് പോണേ ഓവുലേഷൻ നടന്നിട്ടുണ്ടാവുക. കാരണം എനിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അവർ ഡോക്ടർ ഇഞ്ചക്ഷൻ പറയല്ലേ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയി വെച്ചത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് ഓവുലേഷൻ നടന്നിട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു. ഓവുലേഷൻ നടന്നു ഒന്നും കൂടി പറഞ്ഞ് കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഒരു മരുന്നും ഇല്ല, ഈ ഒരു വെള്ളം കുടിച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്ന് അന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2 ആഴ്ച, ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 2 വീക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരവസ്ഥയിൽ കൂടി പോകുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം എന്താകും റിസൾട്ട്, പിന്നെ ഓരോരോ സിംറ്റംസ് എങ്ങനെയായിരിക്കും, ഈ 2 വീക്കിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സിംറ്റംസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഇഷ്ടം ഏതാണോ അതിൽ കൂടെ പോകാൻ നോക്കട്ടെ. ഈ ഒരു 2 വീക്ക് ടൈമെങ്കിലും നമ്മൾ മൈൻഡ് എത്രത്തോളം കൂളാക്കി വെക്കുന്നോ അത്രത്തോളം കൂളാക്കി വെക്കുന്നത് നല്ലത്. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് സ്ട്രെസ്സ് നിന്ന് കഴിഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് തരാം. PCOD ഒക്കെ ഉള്ളവരുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇത് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കിട്ടണം എന്ന് ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. നമ്മളിങ്ങനെ ഓവറായിട്ട് ഭയങ്കര സ്ട്രെസ് ചെയ്ത് ഒക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവായിരിക്കും, നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീണ്ടും നമ്മൾ ടോപ്പിക്കിൽ നിന്ന് പോകണം. അതൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഉണ്ടായ ആ ഒരു സന്തോഷം എന്ന് പറയണത് എന്താ പറയുക, അത് അങ്ങനെ ഒരു ഫേസിൽ കൂടെ വന്നവർക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒന്നും എടുക്കാണ്ട് തന്നെ ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാനും ഹസ്ബൻഡും ഒക്കെ നമ്മളിങ്ങനെ പറയണത്, ഈ ഡ്രിങ്ക് എന്തുകൊണ്ടിട്ടും നല്ലൊരു മിറാക്കിൾ ഡ്രിങ്കാണ്, എന്തുകൊണ്ട് ഈ ഡ്രിങ്ക് നമ്മൾ ഇത്തിരി മുന്നേ നമുക്ക് കണ്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അങ്ങനെ പ്രഗ്നൻസി പോസിറ്റീവായി സന്തോഷത്തോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് മുന്നുള്ള പ്രഗ്നൻസിയൊക്കെ അബോർഷനായിട്ടുണ്ടെങ്കിലും ആ ഒരു ചെറിയൊരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് അബോർഷനായ ആ ടൈമും കഴിഞ്ഞിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ല, ഇനി പ്രശ്നമൊന്നുമില്ല, അബോർഷൻ ആവണേൻ്റെ ആ ഒരു കാര്യം ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി സന്തോഷത്തോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് എന്താ പറയുക, അതും നമുക്ക് നഷ്ടമാവണം കേട്ടോ. ആ ഒരു പ്രഗ്നൻസി നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള പ്രഗ്നൻസിയൊക്കെ നമുക്ക് അബോർഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു അബോർഷനായ ഈ ഒരു ടൈം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തൊരു ടൈമായിരുന്നു കേട്ടോ. വല്ലാണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു, അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അബോർഷനൊക്കെ അത് വേറെ റീസണുകളാണ് കേട്ടോ. അതാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കടന്നുപോയ വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ വീഡിയോ ഇവിടെ കൊണ്ടൊന്നും തീരുമൊന്നുമില്ല, അത്യാവശ്യം വലിയ വീഡിയോ ആയി പോകും. അപ്പോൾ അതൊന്നും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ അതും നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു.
അങ്ങനെ നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് റെസ്റ്റത്തേക്കും ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് ചെക്കപ്പിന് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി റെസ്റ്റിൻ്റെ ഒക്കെ ടൈമൊക്കെ കഴിഞ്ഞില്ലേ, നിങ്ങൾ നെക്സ്റ്റ് വേണമെങ്കിൽ നെക്സ്റ്റ് ബേബിക്ക് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. ഇനിയുള്ളതും എങ്ങനെയായിരിക്കും, ഇനിയും നമുക്ക് ആ ഒരു ഇത് താങ്ങാൻ ചിലപ്പോൾ ഇനി താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വീണ്ടും എന്താ പറയുക, ഡോക്ടറിനെ പോയി കണ്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ അറിയാണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ അത് അതുകൊണ്ട് ആ ടൈം ആകുമ്പോൾ ഞാൻ എന്തായാലും പോയി ഡോക്ടറിനെ അപ്പോയിൻമെൻ്റ് എടുക്കും, ഡോക്ടറിനെ പോയി കാണും. സ്കാൻ ചെയ്ത കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്കാൻ അതുപോലെ സ്കാനിങ് എനിക്ക് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സ്കാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്കാനിങ് എൻ്റെ കയ്യിലൊരു ബണ്ടിലൊരു ഫയൽ തന്നെ ഉണ്ട് എന്നെ സ്കാൻ ചെയ്ത് കൂട്ടിയുണ്ട്. അത്രയും സ്കാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്ക് വേണോ ഡോക്ടറിനെ പോയി കാണണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു പ്രശ്നം PCOD ഈ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് ഡോക്ടറിനെ പോയി കാണാൻ തന്നെയാണ് ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കാണും കേട്ടോ. എന്നാലല്ലേ നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഫോളിക്കുലർ സ്റ്റഡി നടത്തുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വീണ്ടും ഡോക്ടറിനെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറിനെ പോയി കണ്ട് ടാബ്ലറ്റ് എടുത്തു, ഒപ്പം ഈ വെള്ളവും കുടിച്ചു. വേറെ ഇനി ട്രീറ്റ്മെൻറ്റ് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഇഞ്ചക്ഷൻ എനിക്ക് അപ്പോഴും ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതിലോട്ട് പോകണ്ട, നമുക്ക് ഈ വെള്ളം തന്നെ ഇത്തവണയും കുടിക്കാം എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞത് അബോർഷൻ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത പ്രഗ്നൻസിയിൽ വേറെ മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇത് എൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടറിൻ്റെ കാര്യവും പറയാൻ പറ്റില്ല. കാരണം അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഡോക്ടർ തന്നെയാണ് കേട്ടോ. കാരണം ഞാനിതിന് മുന്നേ ഒത്തിരി ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ഡോക്ടർമാരിൽ നിന്നൊന്നും കിട്ടാത്ത എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ഈ ഒരു ഡോക്ടറിന് കേട്ടോ. നമുക്ക് ആ ഡോക്ടറിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും എന്നെ ആ ഡോക്ടർ സഹിച്ചിട്ടുണ്ടെന്ന് പറയാം, അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതുപോലെ ഞാൻ ആഴ്ചയിൽ ഡോക്ടറിനെ കാണാൻ പോകുമായിരുന്നു. എല്ലാ ആഴ്ചയും ഞാൻ ഡോക്ടറിനെ കാണാൻ പോകും. ഭയങ്കര ജോലിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ ഇഷ്യൂവും ഈ ഡോക്ടർ തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതും കൂടി അറിയാവുന്നതിൻ്റെ പേരിൽ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടായിരുന്നു ആ ഡോക്ടർ എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി പോയിക്കൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ എനിക്ക് ആ ഡോക്ടറിൻ്റെ കാര്യം കൂടി ഇതിൽ മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. അപ്പം വീണ്ടും നമ്മൾ വിഷയത്തിൽ നിന്ന് പോകണല്ലേ. ഓരോരോ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ആ കാര്യം പറയാതിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വിഷയത്തിൽ നിന്ന് വീണ്ടും തെന്നി പോണേട്ടാ. അപ്പോൾ വീണ്ടും ഈ മരുന്ന് കുടിച്ച് വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടോ. വീണ്ടും മരുന്ന് കുടിച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ഗ്രോത്ത് കണ്ട് ഓവുലേഷൻ തന്നെ നടന്ന് ഇഞ്ചക്ഷനൊന്നും ഇല്ലാണ്ട്. അപ്പോൾ രണ്ടാമത്തെ തവണയും ഈ മരുന്ന് കുടിച്ചിട്ട് നമുക്ക് സക്സസ് തന്നെ ഉണ്ടായേക്കണേ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി നമ്മൾ 100% എന്നുള്ളത് 100++++% നമ്മൾ ഉറപ്പിച്ചു. ഈ വെള്ളം നല്ലതാണ്. സെക്കൻഡ് ടൈമാണ് ഇത് കുടിക്കണത്, രണ്ടാമത്തെ ടൈമാണ് ഈ വെള്ളം കുടിച്ചിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവണത്. അപ്പോൾ എന്തുകൊണ്ടിട്ടും ഈ വെള്ളം അത്ര കുഴപ്പമില്ലാത്ത നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ PCOD ഉള്ളവർക്ക്, ഓവുലേഷൻ നടക്കാത്തവർക്ക്, കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇടങ്ങേറായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ഒരു വെള്ളം നിങ്ങൾ എന്തായാലും കുടിച്ച് നോക്കട്ടോ. നമുക്ക് ആ ടൈമും വെള്ളം കുടിച്ച് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവായി. പ്രഗ്നൻസി ത്രൂ ഔട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് റെസ്റ്റ് എടുത്തു, മരുന്നുകൾ അതിനനുസരിച്ചെടുത്തു. കുറച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കേസിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. അതാണ് ഐബൂസ്. നിങ്ങൾ ചാനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഐബൂസ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്താലും എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവും, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ടെൻഷനിൽ കൂടെ കടന്നു പോയേക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാനിങ്ങനെ ഒരു വഴി കൂടെ വന്ന ആളാണ്. എങ്കിലും നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന ഒരു ടൈം നമുക്ക് കിട്ടും. നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യാതെ ഏത് കാര്യത്തിനാണെങ്കിലും, ഇത് മാത്രമല്ല ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ നല്ലപോലെ അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് സന്തോഷം തന്നെയായിരിക്കും. അത് ഏത് കാലത്താണെങ്കിലും നമുക്കത് കിട്ടിയിരിക്കും.
അപ്പോൾ ഇത്രയാണ് എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് എനിക്ക് ഇത്രയും പോസിറ്റീവ് റിസൾട്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാനിടയുണ്ടായ കാര്യങ്ങളും എല്ലാം ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം, നിങ്ങളും കൂടി ഒന്ന് അറിയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണേ കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ ആ വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത്, ഉണ്ടാക്കേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ മനസ്സിലായല്ലോ. വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പീരീഡ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം, ഫുള്ള് സ്റ്റോപ്പായി കഴിഞ്ഞതിന് ശേഷം, കംപ്ലീറ്റ് തീർന്ന ദിവസത്തിൻ്റെ അന്ന് രാത്രി ഈ വെള്ളം ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ 7 days പീരീഡ്സിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ 7th day ഫുള്ള് കഴിയുമല്ലോ. അപ്പോൾ ഈ 7th day രാത്രി ഈ വെള്ളം ഉണ്ടാക്കി വെക്കുക. നെക്സ്റ്റ് ഡേ, അതായത് 8th day മോർണിംഗിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ഈ വെള്ളം കുടിക്കാം. അരിച്ചെടുത്തിട്ട് ആ വെള്ളം, ആ ഒരു ഗ്ലാസ് വെള്ളം എംപ്റ്റി സ്റ്റൊമക്കിൽ 8th day മോർണിംഗ് കുടിക്കാം. 8th day നൈറ്റ് വീണ്ടും ഈ വെള്ളം ഉണ്ടാക്കി വെക്കാം. 9th day മോർണിംഗിൽ ഈ വെള്ളം കുടിക്കുക. 9th day രാത്രി വീണ്ടും ഈ വെള്ളം ഉണ്ടാക്കി വെക്കുക. 10th day മോർണിംഗിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ഈ വെള്ളം കുടിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 7 days ഈ വെള്ളം കുടിക്കുക കേട്ടോ. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ, എങ്ങനെയാണ് കുടിക്കേണ്ടതെന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 7 ദിവസമാണ് ഈ വെള്ളം കുടിക്കേണ്ടത്. അത് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കുക. എപ്പോഴും തലേന്ന് രാത്രി വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക കേട്ടോ. ഒന്നിച്ച് 7 ദിവസത്തേക്കുള്ള വെള്ളം ഒന്നിച്ച് ഉണ്ടാക്കി വെക്കരുത്. എപ്പോഴും ഫ്രഷ് ആയിട്ട് തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്, ബെറ്റർ അതാണ്. അങ്ങനെ നമ്മൾ 7 ദിവസം കുടിക്കുക. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ ഇപ്പോൾ 7 days പീരീഡ്സ് ഉള്ളവരുടെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിച്ചു തുടങ്ങുന്നത് 8ാമത്തെ ദിവസം, ഇത് സ്റ്റോപ്പ് ചെയ്യണത് 14ാമത്തെ ദിവസമായിട്ട് വരും. അതായത് 8, 9, 10, 11, 12, 13, 14 ഇങ്ങനെ 7 ദിവസം എന്ന് പറയുന്നത് 14ാമത്തെ ദിവസത്തിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത്. അങ്ങനെയാണ് കേട്ടോ ഈ ഡ്രിങ്ക് കുടിക്കണ്ടേ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ വെള്ളം കുടിക്കണം. ഇത്ര നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെള്ളം കുടിക്കുമ്പോൾ നല്ല ചവർപ്പും നല്ലൊരു ആ ഒരു ഗ്രാമ്പൂൻ്റെ കുത്തും ഇതൊക്കെ വരും. പക്ഷേ നല്ല വെള്ളമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് കുടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് മടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തായിരുന്നു ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ കംപ്ലീറ്റ് ഈ വെള്ളം കുടിച്ചാലേ പ്രഗ്നൻ്റ് ആവുള്ളൂ എന്നല്ല ഞാൻ പറയണത്. എങ്ങാനും നമുക്ക് ഇതെങ്കിലും ഇത് കുടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് ആയാലോ, പിന്നെ ബാക്കിയെല്ലാം നമുക്ക് പഠിച്ചവൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നമുക്ക് അതിനുള്ള ടൈം ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും നമുക്ക് ആകും. പക്ഷേ ഇങ്ങനൊരു ഫേസിൽ കൂടെ പോകണം, അവരുടെ സിറ്റുവേഷൻ എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം. ഞാനും ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു വന്ന ആളാണ്. അതും കൂടി കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യണേ കേട്ടോ. ഇത്രേ ഉള്ളൂ ഈ ഡ്രിങ്ക്, എങ്ങനെയൊക്കെയാണ് ഡ്രിങ്ക് ഉണ്ടാക്കേണ്ടതും എന്നോട്ടാണ് ഡ്രിങ്ക് കുടിക്കേണ്ടതും ഒക്കെ കാര്യം പറയാൻ ഇത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസും കൂടി ഇതിലോട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മെഡിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള വേറെ എന്തെങ്കിലും രീതിയിലുള്ള അറിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഞാനൊരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒന്നും നിൽക്കുന്ന ഒരാളെ അല്ല, സാധാരണ ഒരു ആളാണ്. എൻ്റെ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്തു വന്നേക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം എന്താണ്, അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളൂ. ബാക്കിയുള്ളവർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് പ്രയോജനം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ കൊണ്ടുള്ള എൻ്റെ ഒരു ഉദ്ദേശം. സോ ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ഒരുപാട് പറഞ്ഞു, ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.